പെർഫോമൻസ് അതേപോലെ ആയിരിക്കണം, അതുകൊണ്ടായിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ വിജയ ശതമാനമൊക്കെ എത്രയുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മള് വല്ലാണ്ട് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഞങ്ങൾ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ടും വളരെ അനുസരണയുള്ളത് കൊണ്ടും ടീച്ചേഴ്സിനെ വളരെ പേടിയായതുകൊണ്ടും വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു 250% ആണ് ഇവിടെ പ്രസന്റ് ആവാൻ പോകുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും സ്റ്റുഡൻസ് തന്നെയാണ്, പിന്നെ ഫാമിലി മെമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ക്ലാസ്സുകളൊക്കെ ഓർക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ പേടിയായിരുന്നോ? ടീച്ചേഴ്സിന് അങ്ങനെ പേടിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പറയാൻ പാടില്ലല്ലേ, കാരണം പഠിപ്പിച്ചവർക്ക് ടീച്ചേഴ്സിന് പേടി ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത്രയും നല്ല മാർക്കുകളോടുകൂടി പാസ്സായി, അതേപോലെ തന്നെ ഒരു വണ്ടർഫുൾ കരിയറാണ് പ്രൊസീഡ് ചെയ്തത്. സോ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് എല്ലാവരും, എൻ്റെ പേര് ദിവ്യ സരി. നൈസ് ടു മീറ്റ് യു. പ്ലീസ് സെറ്റ് ഹമീൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരായിട്ടായിരുന്നു പണ്ട് കമ്പനി? ത്രിമൂർത്തികളായിരുന്നു പണ്ടോ? ത്രിമൂർത്തികളിൽ നിന്ന് ഒരാളുടെ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വിളിക്കോ? ഓക്കെ, നിങ്ങൾ വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ കമ്മിറ്റിക്ക് ആയതിനു ശേഷമാണോ അതോ സ്കൂൾ വിട്ടതിന് ശേഷം നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാറുണ്ടായിരുന്നോ? ഞങ്ങൾ ഈ ഗ്രൂപ്പ് ആഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ കോർഡിനേഷൻ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട അമ്മൂരി ഒരാളുണ്ട്, ആബ്സെൻ്റാണ് ഇവിടെ. അത് അവനാണ് ഞങ്ങളുടെ എല്ലാ ഈ ഗ്രൂപ്പിൻ്റെ ആയിട്ട് അമീർ. അവനിവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ആളുകൾ 10th പഠിച്ചിരുന്നതാണ്. എൻ്റെ പേര് സാലിം. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ പോട്ടെ, ഏറ്റവും സൗഹൃദം പുലർത്തുന്ന കൂട്ടുകാരുടെ പേരെന്താണ്? ഞങ്ങളൊരു ടീമാണെന്ന്. ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ്, ഞങ്ങളൊരു ടീമാണ് അന്നും ഇന്നും. ആ ഒരു സൗഹൃദം ഇന്ന് വരെ പുലർത്തിയിട്ടുണ്ട്. നീണ്ട 36 വർഷങ്ങൾ. ഞാൻ ബാച്ചിന് ശേഷമുള്ള വർഷങ്ങളാണ് കൗണ്ട് ചെയ്യുന്നത്. അതിന് മുൻപ് നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. നൈബേഴ്സ് ആണോ? നൈബേഴ്സ് അല്ല, പക്ഷെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ വന്നു പോകും, എല്ലാ കാര്യവും വിളിച്ച് ഷെയർ ചെയ്യും. ഓക്കെ, അതൊക്കെ ഞാൻ എൻ്റെ അച്ഛന് മാത്രം കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് ആണ്. ഞാൻ 8ാം ക്ലാസ്സിൽ വരുമ്പോൾ റിസോർട്ടിലുണ്ട്. ഞാൻ 9-എത്തുമ്പോഴും റിസോർട്ടിൽ പല ക്ലാസ്സിലുണ്ട്. ഓരോ ക്ലാസ്സിലും 2 കൊല്ലം അത്രയും താറോ സ്റ്റഡി ചെയ്തിട്ടാണ് ആൾ അപ്പുറത്തേക്ക് പോകുള്ളത്. നമുക്ക് ജസ്റ്റ് ബസ് മതി. ഇവിടുത്തെ മോശമായിട്ട് പഠിച്ചിട്ടുണ്ട്, ആ മോശം ശിക്ഷണം. ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് ആള് ഞാൻ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ ഇന്നൊരു 5 മണി വരെ ആള് തന്നെ സംസാരിക്കും. നമ്മൾക്ക് സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേറെ വ്യക്തിയുടെ ആവശ്യം വരുന്നില്ല. എല്ലാവരെയും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു വിസിലറിനെ ഇനി വരില്ല, ചാൻസ് കഴിഞ്ഞു. ഗേൾസിനെ ചോദിക്കില്ല, നമ്മൾ വളരെ ഡീസന്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ബോയ്സിന് വിട്ടിരിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ഇമോഷൻസ് കിട്ടാത്തതുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നെക്സ്റ്റ്, ഗേൾസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ലേ ഗേൾസ് സെക്ഷനിൽ എപ്പോഴും? അതാരായിരുന്നു?
എന്താണ്? ചന്ദ്രിക. ഏത് സബ്ജക്റ്റായിരുന്നു പഠിപ്പിച്ചിരുന്നത്? ഞാൻ 8ലൊക്കെ പഠിപ്പിച്ചായിരുന്നത്. 8ാം ക്ലാസ്സിലാണെങ്കിലും ഹിസ്റ്ററിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഹിസ്റ്ററിയുണ്ട്, അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴില്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മാറ്റങ്ങൾ എന്തായിരുന്നു? ഈ സ്കൂളിൽ നിന്ന് റിട്ടയർഡായി കുറച്ച് നാളായിട്ടുണ്ടായിരിക്കും, അതിനുശേഷം വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? ബാക്കി എല്ലാതും മെയിൻറ്റെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേതെങ്കിലും മരങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾക്ക്? ഇവിടെ അടുത്താണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന്, അതുകൊണ്ട് ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് പുതുക്കാറുണ്ടെന്ന് അല്ലേ? അത് വളരെ വളരെ കോൺഫിഡൻസ്. എൻ്റെ അമ്മയുടെ പേര് ഉഷാമാണ്. എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ്. ഞാൻ ആദ്യം ഒരു സിംഹത്തിൻ്റെ വടയിൽ നിന്ന് വീണ്ടും അടുത്ത വടയിലേക്കാണ് ചാടിയത്. വല്ല ഇംഗ്ലീഷൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടിരുന്നാൽ മതി, പക്ഷെ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്യണം. അപ്പോൾ ഈ 87 ബാച്ചിൽ നന്നായി പഠിച്ചിരുന്ന സ്റ്റുഡൻസിന് ആരെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? വർഷം 1037 അല്ലെങ്കിൽ 36 കഴിഞ്ഞല്ലോ. അപ്പോൾ പേരുകളൊക്കെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കണം. പക്ഷേ കുട്ടികളെ ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ മുഖം ഓർമ്മയിൽ വരുന്നുണ്ട്. അവരെങ്ങനെയായിരുന്നു? അത് സ്വാഭാവികമായിട്ടും എന്താ പറയുക, കുറച്ച് കുസൃതിയൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. ആ സമയമല്ലേ ഇവിടെ അതുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല മനസ്സിൻ്റെ ഉടമകളായിരുന്നു അവരെന്നുള്ളത് പിന്നീട് തോന്നിയിട്ടുണ്ട്. വികൃതി കാണിക്കുമ്പോഴും നമ്മൾ ശാസിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അവർ ഇപ്പോൾ ഓർക്കുന്നത് വളരെ സന്തോഷത്തോടെയാവും, അല്ലെങ്കിൽ നല്ല നന്ദിയോടെ ഓർക്കുന്നുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ ലെസൺസും അത് അവർക്ക് ഭാവിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്, ഓരോ വാക്കുകളും. I would like to invite നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ബാജ്രാജ് ടി ജി. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് പ്രവാസി കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള അബ്ദുൾ റസാഖ് സാറിനെ വളരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെയുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുക്കാൻ വരുവാണ്. അതേപോലെ തന്നെ ഷാജഹാൻ EV അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വേദിയിലേക്ക്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇത്രയും പേരുടെ ഒരുപാട് സമയത്തെ പ്രയത്നമാണ് ഇന്നത്തെ ഒരു ഇവന്റ് പോസിബിൾ ആയിരിക്കുന്നത്. ഈ സദസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയെ ഏറ്റവും ആകർഷകമാക്കാൻ വേണ്ടി അഹോരാത്രം എന്ന് പറഞ്ഞ പോലെ തന്നെ ആളുടെ എല്ലാവിധ എഫർട്ടും എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഓരോ ദിവസവും തരുന്ന സന്ദേശങ്ങളിലൂടെ, ഓരോ പ്രാവശ്യവും നമുക്ക് തരുന്ന എനർജിയിലൂടെ എനിക്ക് പക്ഷേ ഈ വാക്കുകൾ മുഴുമിക്കാൻ പറ്റുന്ന വരില്ല, അതുകൊണ്ട് ക്ഷമിക്കാം. ആളുടെ അഭാവം നമ്മളെ വല്ലാതെ
അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒരു വ്യക്തിയെ നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ശ്രീ മൻസൂറാണത്. നമ്മുടെ അമീറിൻ്റെ ആ അഭാവത്തിൽ മൻസൂറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ടാഗ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ സുരേഷിനെ വിളിക്കുന്നത്. എല്ലാവരും ഈ ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യവും ഞങ്ങൾക്കെപ്പോഴും അനുശോചനം. ഇന്ന് 2024 ജനുവരി 28 ഞായർ. വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 37 വർഷം മാർച്ച് മാസത്തിലേക്ക് പൂർത്തിയാകുന്നു നമ്മൾ തിരുവനന്തപുരം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇക്കാലത്തിനിടയിൽ പലരുമായും നമ്മൾ നിരന്തരം സമ്പർക്കമുണ്ട്. ചില നിങ്ങളെല്ലാം നമ്മൾ മറന്നുപോയി. എന്നാൽ കഴിഞ്ഞ 36 വർഷങ്ങൾക്കിടയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ചില സുഹൃത്തുക്കളെയും സഹപാഠികളെയും അധ്യാപകരെയും അനധ്യാപകരെയും മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരെയും അനുശോചിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത കർത്തവ്യം. സഹപാഠികളുടെ പേര് ചിലരുടെയെങ്കിലും നമ്മുടെ ഓർമ്മയിലുള്ളത് ഇവിടെ ഞാൻ വായിക്കുന്നുണ്ട്. അഷറഫ് പന്തായി, മാലിക് കുന്നച്ചാവീട്, മോഹനകൃഷ്ണൻ, ജാസ്മിൻ, സുമ, സക്കീർ ഹുസൈൻ, ഫേറൂത്ത് ബാബു തുടങ്ങിയ സുഹൃത്തുക്കളെയാണ് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഇനി അധ്യാപകരാണെങ്കിൽ നമ്മുടെ ഭാസ്കരൻ മാഷ്, ജമീല ടീച്ചർ, മാത്യൂസ് മാഷ്, റാഫേൽ മാഷ്, ശ്രീധരൻ മാഷ്, ഉണ്ണി മാഷ്, അനിയൻ മാഷ്, റഷീദ് മാഷ്, രാജേട്ടൻ, രുക്മിണി ചേച്ചി തുടങ്ങിയവരെയും രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തും സിനിമ, നാടകം, മിമിക്രി, കഥാപ്രസംഗം, ക്ലാസിക്കൽ കലാരൂപങ്ങൾ, ക്ഷേത്രകലകൾ, വാദ്യകല, സംഗീതോപകരണം തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇന്ന് നമുക്കൊപ്പമില്ല. പ്രകൃതി ദുരന്തങ്ങളാലും ആകസ്മികമായ അപകടങ്ങളാലും മഹാമാരിയിലും പെട്ട് ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ശത്രു രാജ്യത്തിന്റെ കടന്നുകയറ്റങ്ങളും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളാലും നമ്മുടെ ധീരമായ നിരവധി ജവാന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആ SSC വിദ്യാർത്ഥികൾ ഒന്നടങ്കം ജീവത്യാഗം ചെയ്ത മുഴുവൻ പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടവരുടെയും യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അനുശോചനം രേഖപ്പെടുത്താം. നമ്മൾക്കറിയാം അവരുടെ അസാന്നിധ്യം പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക പരിശീലനം നേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നോട് ക്ഷമിക്കണം. എല്ലാ പ്രവർത്തനങ്ങൾക്കും ചൊക്കാൻ പിടിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അമീർ, അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവരം എനിക്ക് കുറച്ച് മുന്നേ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് കുറച്ച് മുന്നേ എനിക്ക് ഏകദേശം ഒരു അറിവ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക്
കൂടുതൽ പ്രിപ്പറേഷൻ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ എളിയ പ്രസംഗം ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഏവരും ഏറെ നാളുകളായി കാത്തിരുന്ന ആ സുവർണ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. ഏകദേശം 37 വർഷങ്ങൾക്കപ്പുറം ഈ കലാലയത്തിൽ മാസ്മരികമായ കുട്ടിക്കാലം ഒരുമിച്ച് ആസ്വദിച്ചവരാണ് നമ്മൾ. എത്രമാത്രം ഔത്സുക്യം മനസ്സിൽ പേറിയാണ് ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കുക വയ്യ. കേരള ചരിത്രത്തിലെ ഒരിക്കലും വിസ്മരിക്കപ്പെടാത്ത ഒരു വർഷമാണ് 1987. SSC എന്ന പേരിൽ നമ്മളെ വ്യത്യസ്തരാക്കിയ വർഷം നമ്മൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. 37 വർഷമായി ഒരിക്കൽ പോലും ഇവിടെ കണ്ടുമുട്ടാത്തവർ ഇന്ന് ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവും, പരസ്പരം സൗഹൃദം പുതുക്കിയിട്ടുണ്ടാവും. 1 മുതൽ 10 വരെ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പരിചയം എനിക്കുണ്ട്. ടീച്ചേഴ്സൊക്കെ എന്ന് തന്നെ കാണാറുണ്ട്. മിക്കവാറും ടീച്ചേഴ്സൊക്കെ പിരിഞ്ഞു പോകുന്നവരെ തന്നെ കണ്ടിട്ടുണ്ടാവും ഇവിടെ പരിസരത്ത് തന്നെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഓർത്തെടുക്കുന്നുണ്ട് എന്നുള്ള എനിക്ക് ഞാൻ ക്ഷണിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ ബാല്യകാലം എന്നൊരു ഗ്രൂപ്പ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു 5-8 വർഷം മുന്നെങ്കിലും നമ്മളെ ഒരു SSC ബാച്ച് ഇവിടെ വന്നേനെ. ബാല്യകാലം 87 മുതൽ 92 വരെ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബാച്ച് ഇത്രയും വൈകാൻ കാരണം. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ വന്നേനെ. ഇതിപ്പോൾ ഒരുപാട് 37 വർഷമൊക്കെ വൈകി പോയില്ലായിരുന്നു എന്നുകൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. 87 ബാല്യകൗമാരങ്ങളിൽ നിന്ന് ആ കൊഴിഞ്ഞ വസന്തകാലത്തിൽ നഷ്ടപ്പെട്ടുപോയ ഋതുഭേദങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മധ്യവയസ്സിലെത്തി നിൽക്കുകയാണ്. എൻ്റെ UP കാലത്തൊക്കെ ഒരു ടീച്ചറുണ്ടായിരുന്നു ഇവിടെ, കുഞ്ഞിലക്ഷ്മി ടീച്ചർ. ആ ടീച്ചറായിരുന്നു ഹെഡ് ടീച്ചർ. നമ്മൾ കൈയടിക്കുന്നത് വരെ വളരെ ക്ലാസിക്കായിട്ട് ചെയ്യിച്ചിരുന്ന ടീച്ചറായിരുന്നു അത്. അവളെ താഴ്ത്തി കൈയടിപ്പിക്കുമായിരുന്നു. ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ അന്ന് പഠിച്ചവർക്കൊക്കെ. അതുപോലെ ശ്രീധരൻ മാഷ്, റാഫൽ മാഷ്, റോസി ടീച്ചർ, മാത്യൂസ് മാഷ്, രവൺ ടീച്ചർ, വിലാസൻ ടീച്ചർ, ഉണ്ണി മാഷ്, അനിയൻ മാഷ്, അങ്ങനെ ഒരുപാട് മനസ്സിൽ മിന്നി മറയുന്ന ടീച്ചർമാരുടെ മുഖങ്ങളുടെ ഇപ്പോഴും എല്ലാവരും മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ കൂടെ പഠിച്ചവരിൽ പലരും നമ്മോടൊപ്പമില്ല. നമ്മളെ പഠിപ്പിച്ച സാറന്മാർ പലരും നമ്മോടൊപ്പമില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു കണ്ണീർ പ്രണാമം അർപ്പിക്കാൻ മാത്രമേ നമുക്കിപ്പോൾ പറ്റുള്ളൂ. നമ്മളിവിടെ അപൂർവ ഭംഗിയാർന്നൊരു പൂമരച്ചോടുണ്ടായിരുന്നു ഇവിടെ. അതുപോലെ ഒരു ഇരട്ടമാവുണ്ടായിരുന്നു. അതൊന്നും ഇന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗിയിലും നമ്മൾ ഈ നീളം വരാന്തകളിലും ഒരുപാട് കുട്ടിക്കാലം ആസ്വദിച്ചവരാണ്. നമ്മൾ അന്ന് കണ്ട സ്വപ്നം ഇന്നൊരു ഒറ്റ ദിവസത്തിന് പുനഃസൃഷ്ടിക്കാനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. എങ്കിലും പഴയ കുട്ടികളായി ഒരു ദിവസം നമുക്കിവിടെ ഇരിക്കാം. നമുക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഒന്ന് സ്മരിക്കാം, ടീച്ചേഴ്സിനൊക്കെ സ്മരിക്കാം. അടുത്ത വർഷം 2025 നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയുള്ളത്. ബാജി അതിന് പ്രചോദനമായെങ്കിൽ, സുരേഷ് അതിന് നിമിത്തമായെങ്കിൽ, ശശിയും റോയും അതിന് കൂട്ടിച്ചേർന്നെങ്കിൽ അവിടെയാണ് നമ്മുടെ ദ ഗ്രേറ്റ് SSC വെറൈറ്റി 87 ബാച്ച് സൃഷ്ടിക്കപ്പെടുന്നത്. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും അമീർ എന്ന നെടുന്തൂണ് ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസം
പ്രോത്സാഹനം എന്നിവ വളരെ വലുതാണ്. ഷാജിയും റസുവും മൻസൂറും സാലിയും നൗഷാദും സുലൈമാൻ അങ്ങനെ ഒരുപാട് പേർ കൂട്ടിച്ചേർന്നപ്പോൾ അതൊരു സംഭവമായി തീർന്നു. അമീറിന്റെ അസാന്നിധ്യം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ പോലും ഈ സമയത്ത് നമ്മൾ നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുക തന്നെ വേണം. അതുപോലെ ടീച്ചേഴ്സ് നമ്മൾ ഒരുപാട് തല്ലിയും, ടീച്ചേഴ്സിന്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എന്തായാലും നമ്മൾ ടീച്ചേഴ്സിനൊക്കെ ആദരിക്കണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ടീച്ചർമാരൊക്കെ നമ്മളെ തല്ലിയുള്ളതൊക്കെ അന്നൊക്കെ നമുക്ക് കയ്പായി തോന്നിയതൊക്കെ പിന്നീട് മധുരമായി തോന്നിയിട്ടുണ്ടാവും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അതിൽ പ്രധാനമായിട്ടൊരു ടീച്ചറാണ് കമല ടീച്ചർ. എന്തായാലും ഞാൻ എൻ്റെ കടമ സ്വാഗതം പറയലാണ്. അതിനുവേണ്ടി തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾ, അഭിയന്തിരെ നമ്മുടെ ഗുരുക്കന്മാർ, നമ്മുടെ ബഹുമാന്യനായ വടക്കേക്കാട് SHO അമൃതരംഗൻ സാറിന് നമ്മളൊരു മുഖ്യാതിഥിയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നമ്മുടെ ഫ്യൂഷൻ അറേഞ്ച് ചെയ്ത് ഇമ്പായിക്ക, സ്റ്റേജ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം, നമുക്ക് സൗണ്ട് തന്നവര്, പിന്നെ നമുക്ക് പന്തലിട്ട അദ്ദുമോൻ, നമുക്ക് ഭക്ഷണം എത്തിച്ചവര്, ഭക്ഷണം എത്തിച്ച എംപയറാണ് നമുക്ക് ഭക്ഷണം എത്തിച്ചത്. അവർക്ക് അങ്ങനെ ഇതിന് എല്ലാ സഹായം ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നമ്മുടെ ദ ഗ്രേറ്റ് SSC വെറൈറ്റി ബാച്ചിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സ്വന്തം പേരിലും എല്ലാവരെയും സെക്രട്ടറി എന്ന പേരിലും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി നമ്മുടെ പ്രസിഡന്റ് ശശി സാബു പത്രിക അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മുഖ്യ അതിഥിയായ അമൃതരംഗൻ സർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. സർക്കിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വടക്കേക്കാട് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതിനുപരി എൻ്റെ സീനിയേഴ്സായിട്ട് പറയാം അല്ലേ, 1987 SSLC അല്ല SSC ബാച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ SSLC എന്ന് കേട്ടിട്ടുള്ളൂ, SSC ബാച്ച് തന്നെ ഉണ്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ റീയൂണിയനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ റീയൂണിയൻ എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ്. 87 നിങ്ങളെല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മക്കളിത് കാണുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ തന്നെ നിങ്ങളുടെ പേരക്കുട്ടികളും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് അല്ലേ. 87 യൗവനത്തോടെ തന്നെയാണ് ആ ബാച്ചുകാർ ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫുൾ കളറുകളാണ്. ശരിക്കും ഒരു ഗാർഡനിൽ വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. സാധാരണ നമ്മൾ ഒരു കളറിലുള്ള റോസാപ്പൂക്കളാണെങ്കിൽ വിവിധ തരങ്ങളിലുള്ള റോസാപ്പൂക്കൾ ഇരിക്കുന്നു. അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു സോഷ്യൽ മീഡിയ കത്തിജ്വലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ഇത് കഴിയും, ഞങ്ങൾക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും, ഞങ്ങൾക്കും ഒരു ഐക്യമുണ്ട്. ഇത് ന്യൂ ജനറേഷൻ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളും ന്യൂ ജനറേഷൻ തന്നെയാണെന്ന് 1987 ബാച്ചുകാർ പ്രൂവ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വക്കീലായിട്ട് ഞങ്ങളെല്ലാവരും എൻറോൾ ചെയ്തതിൻ്റെ 20ാം വാർഷികമായിട്ട്, 20ാം വാർഷികം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. 20ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് എനർജിയായിരുന്നു. ഞാൻ വിചാരിച്ചു അത്രയും 20 വർഷം കഴിഞ്ഞ് കണ്ടതിൽ ഏറ്റവും കളർഫുള്ളായി നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പായിരിക്കും എന്നാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. പക്ഷേ എന്നെ സത്യസന്ധമായി പറയാം, എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാര്യം ഭയങ്കര കളറായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര മനോഹരമായ ഒരു രീതിയിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്.
അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ ഈ കലാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഊർജം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ചർച്ച് വകയുള്ള സ്കൂളിലാണ്. അന്ന് നമുക്ക് ചുരുക്കം സ്കൂളുകളേ ഉള്ളൂ. പക്ഷെ അന്ന് നമ്മൾ ഗവൺമെന്റ് സ്കൂളിൽ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾ പറയും ഇന്ന് പിരിച്ചുവിടും ക്ലാസ്. കാര്യം നമുക്ക് ഗവൺമെന്റ് സ്കൂളിനെ പറ്റി ഉണ്ടാകുന്ന ഒരു ധാരണ ഇതാണ്, ഒരു ഐക്യത്തിനെ പറ്റി. പുറത്തുള്ള ക്ലാസ്സുകളിലിരിക്കുന്ന പുറത്തുള്ള സ്കൂളുകൾക്ക് പോലും അന്നും ആ വിശ്വാസമുണ്ട്, ഇന്നും വിശ്വാസമുണ്ട്. ആ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരം എനിക്ക് തോന്നുന്നുള്ള ആ ഒരു സാഹോദര്യം, ആ ഒരു മതവും ജാതിയും ഇല്ലാത്ത ഒരു വ്യവസ്ഥ അതൊരിക്കലും നമുക്ക് വേറൊരു സ്കൂളിൽ നിന്ന് കിട്ടില്ല. അതാണ് ഈ സ്കൂളിന്റെ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് തന്നെ ഞാനിവിടെ SI ആയിട്ട് CA ആയിട്ട് വന്നിട്ട് ഇപ്പം 2.5 വർഷമായി. ഈ സ്കൂൾ എപ്പോഴും ഒരു എനർജി തന്നെയാണ്. പക്ഷെ ആകെയുള്ള വിഷയം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത് നിങ്ങളുടെ ആ ഒരു രീതി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഈ തല്ലുമാല സിനിമ ഇറങ്ങിയതിന് ശേഷമാണെന്നറിയില്ല, ഇടക്കിടക്ക് HM എന്നെ വിളിക്കും, ഞാൻ വരും, കുട്ടികളാണ്, നമുക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരും ഒരു കാലത്ത് ഇതുപോലെ നിങ്ങളെ പോലെ വന്നിരിക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ത് നഷ്ടപ്പെടുത്തിയവരെന്ന്. അല്ലേ? ആ സൗഹൃദങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ചെറിയ ചെറിയ കുറ്റങ്ങൾ പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഞാൻ ആരുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിൻ്റെ പേര് എനിക്ക് പറയാൻ സാധിക്കൂ, വേറെ സ്കൂളിൻ്റെ പേര് എനിക്ക് പറയാൻ സാധിക്കില്ല. ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് ദി സ്കൂൾ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വാർത്തെടുക്കപ്പെട്ട എൻ്റെ സ്കൂളും കോളേജുകളുമാണ്. നിങ്ങൾ വാർത്തെടുക്കപ്പെട്ട നിങ്ങളുടെ സ്കൂളും കോളേജുകളുടെ ആണെന്നുള്ള ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഇപ്പം ഉണ്ടായി കാണും. നിങ്ങളുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായി കാണും. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നെ വിളിച്ചിരുന്നത് തന്നെ പുതിയ ജനറേഷനും എല്ലാവരും വരും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും കൂടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. ഉണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് പിന്നെ സ്പെൻഡ് ചെയ്യാം. എന്തായാലും ബാക്കിയുള്ളവരും പറയുന്നതും നിങ്ങളുടെ എക്സ്പീരിയൻസും ഞാൻ ഇവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇല്ലേ? ഈ വേദിയിൽ നിൽക്കാനുള്ള ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ നിൽക്കാൻ എനിക്ക് ഭയമായിരുന്നു. ഇന്നെനിക്ക് തോന്നുന്നില്ല ആ ഭയം ഉണ്ടെന്ന്. കാര്യം ഇതിൽ പിടിച്ച് ഞങ്ങളിതിനെ വിറതാങ്ങി എന്നാണ് പറയുന്നത്. ഈ വിറതാങ്ങിയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആവും. അപ്പം നിങ്ങൾക്ക് അതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. ആ വേദിയാണ്. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ നിങ്ങളുടെ ഒപ്പം എൻ്റെ സ്കൂൾ ജീവിതം ഓർമ്മപ്പെടുത്താൻ, എൻ്റെ ഗുരുക്കളെ ഓർക്കാൻ സാധിക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെ വിളിച്ചതിൽ എന്തായാലും ഒരു ധന്യമായി ഞാൻ കാണുന്നു. ഈ അവസരം തന്ന സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മൾ കടക്കാൻ പോകുന്നത് അധ്യക്ഷത വഹിക്കുന്ന ശശി സൗബിനി, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, ഗ്രൂപ്പിന്റെ ചാലകശക്തിയും ഏകോപനത്തിന് തുടക്കക്കാരനുമായ ജോയിന്റ് സെക്രട്ടറി ബാജിരാജ്, നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഫോമിങ്ങിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സെക്രട്ടറി സുരേഷ് ആൽക്കൽ, ശശി നാലാങ്കല് വൈസ് പ്രസിഡന്റ്, ബാജിരാജ് ട്രഷറർ, ജോയി, റോയ് പാലത്തിങ്കൽ, പ്രവാസി കോർഡിനേറ്റർമാരായ റസാഖ്, ഷാജഹാൻ, അസാന്നിധ്യം കൊണ്ട് ഇവിടെ ശ്രദ്ധേയനായ നമ്മുടെ പ്രിയങ്കരനായ അമീർ, വിശിഷ്ടാതിഥി, പേരിൽ തന്നെ അമൃതത്വം സൂക്ഷിച്ച ശ്രീ അമൃതരംഗൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഔദ്യോഗികമായി ഒരു പ്രസംഗ ശൈലിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല എനിക്ക്. സ്കൂൾ കാലഘട്ടത്തിൽ പോലും എനിക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. UP
വരെ പഠിക്കുന്ന കാലത്ത് എന്തൊക്കെയോ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ ഒരു വേദിയെ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു പരിചയമില്ല. തീർച്ചയായിട്ടും എന്നിൽ ധാരാളം പിഴവുകളൊക്കെ വരാം, അക്ഷരതെറ്റുകൾ വരാം, അല്ലെങ്കിൽ വാക്കുകൾ ഇടമുറിഞ്ഞു പോകാം. ഒരുപാട് എന്തായാലും നിങ്ങളെ അലോസരപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്നിൽ നിന്നുണ്ടായെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും അതല്ല, നിങ്ങൾ സദയം ക്ഷമിക്കുക. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത്, എൻ്റെ ഏറ്റവും വിശിഷ്ടരായ അധ്യാപകർ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ എന്ത് പറയുന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പം അതെല്ലാം നമ്മളിതിൽ പരിഗണിച്ചുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ കൂട്ടായ്മയുടെ തുടക്കം എന്ന നിലയ്ക്ക് ഞങ്ങൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചു പോയ ഒരു കവിതയിൽ നിന്ന് തുടങ്ങാം. അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കവിത പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പക്ഷെ ഇന്ന് ജീവിതത്തിന്റെ പല മേഖലകളിൽ തൊഴിൽപരമായിട്ടും വിവാഹിതരായിട്ടും മറ്റ് രീതിയിലും നമ്മൾ പലയിടത്ത് കിടന്ന ആളുകളെ നേരത്തെ നമ്മൾ സാറ് സൂചിപ്പിച്ച പോലെ ഒരു വിരൽത്തുമ്പിലെ അനക്കങ്ങൾ കൊണ്ട് കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും എനിക്കും നിങ്ങൾക്ക് എന്നെയും നേരിട്ട് കാണാനും ഒരിടത്തിരുന്ന് സംസാരിക്കാനുമുള്ള അവസരം സമാഗതമായി. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ദിനങ്ങളിൽ ഒന്നാണ് 1987 മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിയ നമ്മൾ ഏകദേശം ഇന്നത്തെ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു 37 വർഷത്തെ കണക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് രസകരമായ സംഭവങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം, സന്തോഷം തരുന്ന അനുഭവങ്ങൾ പങ്കിട്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെ വളരെയേറെ ദുഃഖങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് പറയാം, നമ്മുടെ ജന്മദിനങ്ങൾ, അതുപോലെ വിവാഹ വാർഷികങ്ങൾ, വിവാഹം, പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ്, നമ്മൾ നേടിയെടുത്ത പല കാര്യങ്ങൾ, കുട്ടികളുടെ ജനനങ്ങൾ, അങ്ങനെ ഒരുപാട് വാഹനം, സ്വന്തമായ വാഹനമായെങ്കിൽ ഇങ്ങനെയൊക്കെ സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. ഈ കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് ഒരു അലങ്കാരം മാത്രമായിരുന്നില്ല. ഈ ഗ്രൂപ്പിന്റെ രൂപീകരണം മുതൽ ഏറ്റവും ആവേശത്തോടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ഓരോ ഇടപെടലുകളും അമീറിന്റെ നിർദ്ദേശപ്രകാരമോ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അറിയിക്കാൻ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഈ വേളയിൽ വരാൻ സാധിക്കാത്തതിലുള്ള ആ ഒരു വിഷമം ഞങ്ങൾ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കുറവായിട്ട് തന്നെ ഇവിടെ പലപ്പോഴും എഴുതിച്ച് കാണുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് കുറവ് വന്നിട്ടെന്നുള്ളത് നമ്മളെ വിലയിരുത്തലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എങ്കിലും ഈ പരിപാടി ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി ആശയപരമായി ഏറ്റവും മുൻപന്തിയിൽ നിന്ന അമീറിനെ ഇവിടെ പ്രത്യേകം ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ട് സ്മരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഏറെ ബഹുമാനുള്ള ടീച്ചേഴ്സ്, സഹപാഠികൾ, 37 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ കൂട്ടായ്മ, ഈ ഗെറ്റ് ടുഗദർ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ 37 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ പോലും രൂപീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. കാരണം ഇത്രയും ആൾക്കാരെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, പിന്നെ അവരായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഞങ്ങൾ പ്രവാസികളാണ്, അതിൻ്റെ പരിമിതികളുമുണ്ട്. അപ്പോൾ അതിന് മുൻകൈ എടുത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത ശശി നാലങ്കല്ല്, സൗപർണിക, സുരേഷ്, ബാജിരാജ്, റോയ്, അവരെ എൻ്റെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ഈ കാര്യങ്ങൾ, ഈ മീറ്റപ്പ് നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഗൾഫിലെ പ്രവാസികൾ കൂടിയിട്ടാണ്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു വീട്ടിപ്പറമ്പിൽ അമീർ, ടീച്ചേഴ്സിനൊക്കെ ഓർമ്മണോ. അപ്പോൾ അമീറിന് ജോലി സംബന്ധമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം കാരണം ഇതിലെത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്.
പക്ഷേ സന്തോഷം ഇതാണ്, നമ്മൾക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം ആൾക്കാരെ സംഘടിപ്പിക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്തല്ലാത്ത ഒരു പ്രവണത, അത് ജാതി, മത, രാഷ്ട്രീയം, വർഗം, വർണ്ണം, ഇതൊക്കെ വളരെയധികം കൂടിയൊരു കാലഘട്ടം. അപ്പോൾ ഒരു എന്ത് സംഘടിപ്പിക്കുകയാണെങ്കിലും ഒരു വിഭാഗീയമായിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ഇത് നമുക്ക് എല്ലാ വർഷവും തുടരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറേ കാര്യങ്ങൾ ശശി, സുരേഷൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മൻസൂർ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ് അവൻ്റെ ഭാവി ഞാൻ നശിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് നിൻ്റെ ഭാവിയെ നശിപ്പിച്ചതെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഞാനൊരു സയൻറ്റിസ്റ്റ് ആവേണ്ട ആളായിരുന്നു, ഞാൻ 10ാം ക്ലാസ് പോലും ജയിക്കാണ്ട് ഇതുവരെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ 8ാം ക്ലാസ്സിലാണ് തിരുവനന്തപുരം സ്കൂളിൽ വന്ന് ചേരുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ്, സ്കൂളിലെ ഫസ്റ്റ് തുടങ്ങി ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ചിട്ടാണ് 9ലേക്ക് വന്നത്. 9 അതിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ കയ്യും ഉണ്ടാകാൻ സംശയമുണ്ട്. അങ്ങനെ അവൻ ആ ഒരു പഠിപ്പല്ല ഞാൻ കാരണം നശിച്ച് സയൻറ്റിസ്റ്റ് ആയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞത് ഞാൻ സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അബ്ദുൽ കലാമോ അല്ലെങ്കിൽ വല്ല അതേപോലെ നമ്പിനാരായണനൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞേ ഒരു നിയോഗമുണ്ട് എനിക്ക്. കാരണം അവൻ സയൻറ്റിസ്റ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അണുബോംബിട്ട് ലോകം തന്നെ നശിച്ചു വരും. അപ്പം അതുണ്ടായില്ല. ദൈവം അതിൻ്റെ എന്നിലുള്ള നിയോഗം ഉണ്ടായി, അതുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, നന്ദി. എല്ലാവരും വന്നതിന് പ്രത്യേകിച്ച് നന്ദി. നമസ്കാരം എല്ലാവർക്കും. പിന്നെ അനുഭവം വിളിക്കാൻ പെട്ടെന്ന് സഡനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഒന്നും തോന്നണമെന്നില്ല. പിന്നെ അവിടെ കത്ത് കൊടുത്ത കഥകളൊക്കെ ഉണ്ട്, അത് അവിടെ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ അവിടെ ഇരിക്കണതാണ്. പിന്നെ കൂടെ ഒരാളുണ്ടായിരുന്നു, അയാളില്ല ഇപ്പോൾ, മുജീബ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ദുബായിലാണ്. പിന്നെ അങ്ങനെ എന്താ അനുഭവം? കത്ത് കൊടുത്ത ആളാണ് വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പറയണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതെ. അല്ല, അങ്ങനെയാണെങ്കിൽ 87-ലൊക്കെ ബാച്ചിലായിരുന്നു. ഇപ്പൊ ക്ലാസ്സിൽ പണിഷ്മെന്റ് ഒക്കെ കിട്ടാറുണ്ടോ ടീച്ചേഴ്സിൽ നിന്ന്? അല്ല, എനിക്ക് ജോസഫ് മാഷ് ക്ലാസ് ടീച്ചർ ക്യാൻസൽ. അപ്പൊ അതിന് നല്ല ഉപദേശങ്ങൾ തരുന്നുണ്ട്. ഉപദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പനിഷ്മെന്റ് ഇതുവരെ കിട്ടിയില്ല. പ്രത്യേകിച്ച് അത്ര മോശമില്ല, എന്തായാലും വലിയ കിട്ടിയിട്ടില്ല. ചുമ്മാ മൻസൂറിനെ വിളിച്ചു. മൻസൂരടാ, ശരി, ഉറപ്പായിട്ടും. അടുത്തതായിട്ട് നമസ്കാരം. പ്രത്യേകിച്ച് അനുഭവം എന്ന് പറഞ്ഞാൽ ടീച്ചർമാരെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ കുറേ ഒരു കുരുത്തക്കെട്ട് സാധനമായിരുന്നു ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടാ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് മുതൽ ഇവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ്. ഈ 3ാം ക്ലാസ്സിൽ ഒരു അനിയമാഷ് ഉണ്ടായിരുന്നു. അനിയമാസ് ഞങ്ങൾക്കൊക്കെ ഈ ചോക്ക് തരും. ചോക്ക് തന്നിട്ട് ഈ സീനിയർ പെൺകുട്ടികളെ പിടിച്ചിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവരാൻ പറയും. ഇന്ന് അനിയമാഷില്ല കേട്ടാ. പിന്നെ അതേപോലെ രമണി ടീച്ചർ, ഒക്കെ മറക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. പിന്നെ എന്നെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന ഒരു മിനി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ നിന്നാണ് ഹിന്ദി അക്ഷരം ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. അന്ന് ടീച്ചർ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്തിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ അതിനുശേഷം ഞങ്ങൾ ഈ ക്രിക്കറ്റിലൊക്കെ കമൻട്രിയൊക്കെ കേൾക്കുമ്പോൾ ചാർച്ച എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദി പഠിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഹിന്ദി പഠിച്ച് പിന്നെ ഹിന്ദിയിൽ തോറ്റിട്ടില്ല. അധികം പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും പിന്നെ ഹിന്ദിയിലെ എല്ലാ പരീക്ഷയിലും ഞാൻ പാസ്സായിട്ടുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പിന്നെ കമൽ ടീച്ചർ, അങ്ങനെ കുറേ അടി കിട്ടിയിട്ടുള്ള ടീച്ചർമാരൊക്കെ ഉണ്ട്. എല്ലാവരും സ്നേഹത്തോടെ കേട്ടാ. പിന്നെ ബാബു മാഷ്, നമ്മളെ സ്കൂളിൽ അനിലിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ടീച്ചർമാരും എല്ലാവർക്കും
അപ്പോൾ ഇതൊരു നല്ലൊരു അനുഭവമായി തീരട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി ഈ സ്റ്റേജിൽ നിങ്ങളുടെ ഒപ്പം മൈക്കിൽ ഫ്രണ്ട് ഇരിക്കുകയാണ്. കാര്യം എന്നോട് ക്ഷണിച്ചപ്പോൾ പറഞ്ഞത് പുതിയ ജനറേഷനും എല്ലാ ആൾക്കാരും ഉണ്ട്, 3 ജനറേഷൻ വരെ ഉണ്ട്. കാലഘട്ടം മാറുന്നു, മക്കൾക്ക് ബന്ധങ്ങളുടെ വില അറിയാൻ പറ്റണം. അപ്പോൾ എന്നെ ക്ഷണിക്കുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. അത് ഞാൻ ഒരു അഭിമാനമാണോ അല്ലെങ്കിൽ സങ്കടമാണോ എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ ഇറങ്ങി പാലക്കാട് ജില്ലയിലേക്ക്. ഇലക്ഷൻ ട്രാൻസ്ഫറാണ്. പക്ഷേ ഞാൻ ഈ 2.5 വർഷം കൊണ്ട് ഈ നാടിനെ മനസ്സിലാക്കാൻ സാധിച്ചത്, രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഒരു യൂണിറ്റി ഉള്ളൊരു നാടാണ്. 2.5 വർഷമായിട്ട് ഒരു സംഘർഷവുമില്ല, നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുന്ന ആളാണ്. പക്ഷെ ഞാൻ കണ്ടെത്തിയ ഒരു സങ്കടകരമെന്ന് പറയുന്നത്, ഇന്നലെയും ഞാൻ 2 കഞ്ചാവ് കേസ് രജിസ്റ്റർ ചെയ്തു. പിള്ളേരാ ഈ ചെറുപ്പക്കാര് കഞ്ചാവ് ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതെൻ്റെ 251ാമത്തെ കേസാണ് ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് 2.5 വർഷത്തിനുള്ളിൽ. ഇപ്പം 251 എന്ന് പറയുമ്പോൾ ഏകദേശം 254ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ഈ 254 എന്ന് പറയുന്നത് ഓരോ വീട്ടിലെ ഓരോ പ്രതീക്ഷകളാണ്. അപ്പൊ 254 പേര് നമ്മൾ പിടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന. ഞാൻ വേറൊരു വേദിയിൽ കുറച്ചാൾ മുമ്പ് പറഞ്ഞു, ഏകദേശം സെഞ്ചുറിയുടെ അടുത്ത് നിൽക്കുകയാണ്. സാധാരണ നമ്മൾ ഏത് ഗെയിം കളിക്കുമ്പോഴും നമ്മളൊരു സെഞ്ചുറി അടിക്കാൻ ആഗ്രഹിക്കും അല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ആ സെഞ്ചുറി അടിക്കരുതെന്ന് ചിന്തിച്ച ഞാൻ ഇന്നലത്തെ 2 കൂടെ അറസ്റ്റ് ചെയ്തപ്പോൾ 250 കഴിയുകയാണ്. അത് സൂചിപ്പിക്കുന്നത് പല ബന്ധങ്ങളുടെ കുറവുകളാണ്. പലരും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാനിത് ഈ ഒരു ഡാറ്റ പറയുന്നതിന് നിങ്ങൾ ഇപ്പം എന്തും പറയണമെങ്കിൽ നമുക്ക് പേടിയാവും അല്ലേ? കാലഘട്ടത്തിന് ഇന്നലെ ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളുടെ ബോയ്സ് ഒള്ളി ഉണ്ട്, മെയിൻ ഗ്രൂപ്പ് ഉണ്ട് ഇല്ലേ? ബോയ്സ് ഒള്ളി ഗ്രൂപ്പും ഉണ്ടാവും. അപ്പോൾ അതിൽ വന്നത് ഇപ്പൊ പ്രാദേശികമായി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഒരു വിഭാഗം എ എന്ന് പറയുന്ന വിഭാഗം ബി എന്ന് പറയുന്ന വിഭാഗത്തിന് അടിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ. അതിന് തൊട്ട് താഴെ ഒരു ഫ്രണ്ട് വേറെ ഇട്ടു, ബി എന്ന് പറയുന്ന വിഭാഗം എയിന് അടിക്കുന്നത്. ഇതിലേതാണ് ആദ്യം നടന്നതെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞു. വളരെയധികം ആരെങ്കിലും ഒന്ന് പറയുമോ എന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല സംസ്കരിക്കുന്നത്. നമ്മളുടെ ഈ വിഷം 100 കൊല്ലം കഴിഞ്ഞാൽ ഈ രാജ്യം ആര് ഭരിക്കുമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാരെ തല്ലുപിടിക്കുന്നത്. 100 കൊല്ലം പോയിട്ട് ഒരു 10 വർഷം കൊണ്ട് നമ്മൾ ജീവിക്കുമോ? നാളെ രാവിലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാനോ നിങ്ങളോ ഉണ്ടാവുമെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിലാണ് ഈ റീൽസും ഈ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വശം കണ്ടിട്ട് നമ്മളെല്ലാവരും തല്ലുപിടിക്കുന്നത് അല്ലേ? 100 വർഷം കഴിയുമ്പോൾ എൻ്റെ ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷൻ ഏത് റിലീജിയനിൽ പെടുന്ന വിഭാഗത്തിനെ കല്യാണം കഴിക്കുന്നു, ഏത് റിലീജിയനെയാണ് അവർക്ക് ഇഷ്ടം തോന്നിയിട്ട് ആ ഇഷ്ടത്തിലേക്ക് പോയതെന്ന് പോലും എനിക്കറിയില്ല. എന്നിട്ടാണ് ഞാൻ മറ്റൊരു റിലീജിയന് വേണ്ടി തല്ലുപിടിക്കുന്നത്. നമ്മളൊരു സെൻസ് പോകുന്നൊരു 1987 ബാച്ചുകാരായതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ പറയുന്ന കാര്യം, ഞാൻ പഠിച്ചത് മിക്സഡ് കോളേജിലാണ്, മിക്സഡ് സ്കൂളുകളുമില്ല. എൻ്റെ അവിടെ ഇരിക്കുന്ന ആന്റണി കൊണ്ടുവരുന്ന ഭക്ഷണവും അൻവർ കൊണ്ടുവരുന്ന ഭക്ഷണവും എൻ്റെ അമ്മ കൊണ്ടുവരുന്ന ഭക്ഷണവും ഒരുമിച്ച് പ്ലേറ്റിലിട്ട് ആ കറികളിൽ വ്യത്യസ്തമില്ലാതെ കഴിച്ചു വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. ഈ ഇരിക്കുന്ന 87 ബാച്ചുകാരും അങ്ങനെ തന്നെ വളർന്നവരാണ്. ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് പള്ളിക്കൂടം ചോദിച്ചു, എല്ലാവർക്കും വാരിക്കോരി പള്ളിക്കൂടം കൊടുത്തു. പള്ളിക്കൂടം കൊടുത്തപ്പോൾ പറ്റിയത് അതിൽ മതങ്ങൾ നോക്കാൻ തുടങ്ങി, ജാതികൾ നോക്കാൻ തുടങ്ങി. ഇപ്പൊ അവരവരുടെ കുട്ടികൾ അവരവരുടെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബന്ധങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് നിൽക്കുകയാണ്. എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, പലപ്പോഴും പറ്റുന്നത് നിങ്ങളുടെ കുട്ടികൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്നു എൻ്റെ അടുത്ത്, സങ്കടം പറയുന്നു. നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഈ മുതിർന്ന അധ്യാപകരും നമ്മളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം അല്ലേ? ഗുരു ദൈവമാണെന്നാണ് നമ്മുടെ വീട്ടുകാർ പഠിപ്പിക്കുന്നത്. ഗുരു ദേവോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കൽ തന്നെ. ഗുരുവിടെ ശാപം മേടിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഗുരുവിനെ തല്ലുമോ എന്ന് പേടിച്ചിട്ട് ഗുരുവിനോട് ഇവിടെ നടക്കുന്ന പല സ്കൂളിന്റെ ഫ്രണ്ടില് അധ്യാപകരോട് നമ്മൾ പറയും ഇടപെടാം. അപ്പൊ അധ്യാപകർ പറയണ, എനിക്കെതിരെ പരാതി കൊടുക്കാൻ ചാൻസ് ഉണ്ട് സാർ. JJ ആക്ട് വന്നിരിക്കുകയാണല്ലോ, ജൂനിയർ ജസ്റ്റിസ് ആക്ടിന്റെ ഒരു ഭയങ്കര വകഭേദമാണ്. അധ്യാപകരൊന്ന് പേടിപ്പിച്ചാൽ പോലും അധ്യാപകർ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയും
അങ്ങനെ പേടിപ്പിച്ച് എൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ അധ്യാപകൻ അടിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്ന 2 എണ്ണം കൂടെ കൂടുതൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ വന്നത്. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഉടനെ തന്നെ പാരൻസ് ചാടി ഇറങ്ങി അധ്യാപകരെ ചോദ്യം ചെയ്യാൻ വരും. ഇവിടെ ഇരിക്കുന്നവർക്ക് അനുഭവം ഇല്ലെന്ന് പറയരുത്, നിങ്ങൾക്കെങ്കിലും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംസാരം ഞാൻ സംസാരിക്കുന്നത്. കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്ന ഓരോ ദിവസങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് കാണുന്നത്. ഇന്ന് അധ്യാപകർക്ക് ഭയമാണ്, പേടിയാണ് കുട്ടികൾ. ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല പാരൻസും കൂടെയാണ്. സ്നേഹമാണോ അവരെ നശിപ്പിക്കുകയാണോ എന്നുള്ള സംസാരം. ലഹരിയുടെ കാര്യം പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിൽ വന്ന് പിടിക്കുന്നത് വരെ ഇതിനെതിരെ എൻ്റെ വീട്ടിൽ ഇത് നടക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. 252 പേര് വെറുതെ കിട്ടുന്നതല്ല. ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്ത സമയത്ത് ആദ്യം ഒരു 9 പേരെ പിടിച്ചു. 9 പേരെ ഞാൻ ന്യൂസ് പേപ്പർ കൊടുത്തിട്ട് മുഖം കവർ ചെയ്യാൻ കൊടുത്തു. എല്ലാം നല്ല വീട്ടിലെ കുട്ടികളാണ്. ചെറുതോ പോലെ സാമ്പത്തികമല്ല ഞാൻ പറയുന്നത്, എല്ലാം വീട്ടിലെയും ചില പ്രശ്നങ്ങൾ കാരണമായി. അപ്പോഴത്തേക്കും അതിലൊരു രാഷ്ട്രീയ അനുഭാവിയുടെ മകനുണ്ടായിരുന്നു. പിന്നെ പ്രശ്നം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. CA അവൻ്റെ മുഖം പുറത്തു വരാതിരിക്കാന്ന്. എൻ്റെ മേലുദ്യോഗസ്ഥൻ എന്നെ വിളിച്ചു, എന്താണ് നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് 2 ഉദ്ദേശമേ ഉള്ളൂ. ആ പിടിച്ച കുട്ടികൾക്ക് ഭയമുണ്ടാകണം, ആ പത്രം കവർ ചെയ്ത് അവരുടെ മുഖം വരുമ്പോൾ മറ്റു കുട്ടികൾക്കൊരു ഭയമുണ്ടാകണം, പോലീസ് പിടിക്കപ്പെടുമെന്ന് ഒരു സമൂഹത്തിന് മെസ്സേജ്. പക്ഷേ എനിക്ക് ആ കുട്ടികളെ തിരിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അവരുടെ പാരൻസ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ഒരു രക്ഷകനായിട്ട് രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നത്, അല്ല മുഖം പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പുറത്ത് കാണിക്കേണ്ടതെന്ന് വിചാരിക്കും. പിന്നെ പിടിച്ചത് രസകരമാണ്. ഈ വിവാദം പറഞ്ഞവരുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് മക്കളെ പിടിക്കാൻ തോന്നിയപ്പോൾ ഒരു വ്യത്യസ്തമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ ഞാൻ ഫോട്ടോ പബ്ലിഷ് ചെയ്യണമെന്നില്ല. എൻ്റെ അറിവിൽ 252 ഞാൻ മാക്സിമം പേര് 252 പേരെ പിടിച്ചതിൽ ഞാൻ പുറത്തു വിട്ടിരിക്കുന്നത് 20 പേരുടെ ഫോട്ടോയാണ്. കാര്യം അത്രയും ശല്യമായവരായിരിക്കും. ആ നാടിന് സമൂഹത്തിനും വ്യത്യാസമാണ്. മറ്റൊരു നമ്മുടെ പ്രതീക്ഷയാണ് അല്ലേ, രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും മക്കളെ വളർത്തുന്നത്. നിങ്ങളുടെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമെന്നാണ്, നശിപ്പിക്കാനല്ല. അത് തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഞാനൊരു പാട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നു, കുറേ സംസാരിക്കുന്നുണ്ട്. കാര്യം ഞാൻ പാടാറില്ല, പക്ഷേ ഈ പാട്ട് നിങ്ങൾ കേൾക്കാൻ സാധിക്കണം. കാര്യം ഇതാണ് ഇന്നത്തെ കുട്ടികളും പാരൻസും തമ്മിലുണ്ടാകേണ്ട ബന്ധമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പ്രായത്തിനൊന്നും ഈ പാട്ടിന് വ്യത്യാസമില്ല. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ പാരൻസിനെ ഓർക്കാറുണ്ട്. അതായിരിക്കാം എനിക്ക് ഓരോ ദിവസം കിട്ടുന്ന പോസിറ്റീവ് എനർജി. എനിക്ക് ഒരു കുട്ടിയെ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ ഞാൻ ആ പാരൻസ് എൻ്റെ പാരൻസിൻ്റെ അവസ്ഥയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പാട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും നിങ്ങളുടെ മക്കൾക്ക് അതേ ചിന്ത നിങ്ങളുടെ കാര്യത്തിലുണ്ടാകാൻ നിങ്ങൾക്കും അതേ ഇതിൽ പ്രായമില്ലാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന 87 ബാച്ചുകാരുടെ കാര്യത്തിലും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളുടെ അച്ഛനെയും അമ്മയും ആലോചിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഉമ്മയും ബാപ്പയെ പറ്റിയാണ് പാടുന്നത്. ഉമ്മയും ബാപ്പയും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഈ പാട്ടിൽ എല്ലാവർക്കോടുമുള്ള ഒരേ മെസ്സേജാണ്. അതിൽ റിലീജിയൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജനറേഷനിലെ കുട്ടികളും വരും തലമുറകളും എങ്ങനെ ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനിതിൽ പ്രകടിപ്പിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ ഈ 2 മക്കളെ അവരുടെ പാരൻസ് ഒരുക്കിയിരിക്കുന്ന ആ ഡ്രസ്സിൽ തന്നെയുണ്ട് അവരുടെ പ്രതീക്ഷ. ഒരു ഏജ് കഴിയും. ഞാൻ പലരോടും പറയാറുണ്ട്, നമ്മൾ കല്യാണം കഴിക്കുന്നതോടെ മറ്റൊരു കാറ്റഗറിയിലേക്കാണ്. കുട്ടികളാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊരു പക്വത വരുന്നു. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കേണ്ട കാര്യമില്ല. സ്നേഹിക്കാൻ പഠിപ്പിക്കുക, സ്നേഹിക്കട്ടെ. ഇല്ല, ഞങ്ങൾ യൂണിഫോം ഇടുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ മതവും ജാതിയും എല്ലാം ഈ കാക്കി യൂണിഫോം തന്നെയാണ്. അത് തന്നെയായിരിക്കും. നിങ്ങൾ ഒരു മറ്റൊരു മതസ്ഥരെ സ്നേഹിക്കുമ്പോൾ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അത് അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വേർതിരിക്കാതിരിക്കുക. വേർതിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മക്കളെ നോക്കാൻ ആരുമില്ലാതാകുന്നു. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ലഹരി അതിശക്തമായി പടരുന്നുണ്ട്. അത് നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് മാറ്റിയെടുക്കാൻ സാധിക്കുക. ഞാൻ പറയാറുണ്ട്, ഈ വീട്ടിൻ്റെ ഐശ്വര്യം ഇന്ന ദൈവം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. ആ കാലമൊക്കെ മാറി. ഈ വീടിൻ്റെ ഐശ്വര്യം സ്വന്തം പിതാവിൻ്റെ പേരെഴുതേണ്ട കാലഘട്ടമാണ് അല്ലേ. ഒരു മദ്യപാനിയല്ലാത്തൊരു പിതാവെന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ അനുഗ്രഹമാണ്. അത് അനുഭവിക്കുന്നവനോട് ചോദിച്ചാലേ അവൻ അതിൻ്റെ വിഷമം പറയാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കുട്ടികൾ
പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ ഒരുപാട് ഉപദേശിക്കും അല്ലേ? രാവിലെ എണീറ്റ് ഒരുക്കി വിടുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകർ നമ്മളെ ഉപദേശിക്കും. അപ്പം ഞാൻ പറയാറുണ്ട്, അതൊരു മതിൽക്കെട്ടാണ് കുട്ടികളുടെ ഉള്ളിൽ. ആദ്യത്തെ ഒരു മതിൽ കെട്ടി, വലത്തേക്ക് പിന്നെ ഒരു എൽ ഷേപ്പിൽ മതിൽ കെട്ടി, പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ PTA സൊസൈറ്റി എന്ന് പറയുന്ന പുറത്തു നിൽക്കുന്നവർ അടുത്ത മതിൽ കെട്ടി, ഈ കുട്ടി ഇതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അതിൻ്റെ പുറത്താണ് പോലീസ് ഒരു മതിൽ കെട്ടുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ അവരെ കർശനമായ നിയന്ത്രണം. 4 മണി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഈ മതിൽക്കെട്ടിൻ്റെ അകത്താണ്. ഈ കുട്ടിയെ നമ്മൾ സംരക്ഷിക്കാനാണ് മതിൽക്കെട്ട് കെട്ടുന്നതെന്ന് ഒരിക്കലും നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടി മനസ്സിലാക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ മതിൽക്കെട്ട് പോലെ 4 വിഭാഗങ്ങൾ, സ്കൂള്, വീട്ടുകാര്, സൊസൈറ്റി, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മതിൽക്കെട്ടിൻ്റെ അകത്ത് നിർത്തുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളെങ്കിലും പറയാൻ ശ്രമിക്കുക, അത് നമ്മുടെ റോസാപ്പൂവാണ്. ഈ നിന്ന 2 മക്കളും നമ്മുടെ റോസാപ്പൂവാണ്. നമുക്കൊരു ജിഷയോ സൗമ്യോ നിർഭയോ ഉണ്ടാകാൻ പാടില്ല. കാര്യം ഞാൻ പിടിക്കുന്ന 252 മക്കളെ നശിപ്പിച്ച ഒരു വലിയ ലഹരി മാഫിയ പുറത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കഴുകന്മാർക്ക് നമുക്ക് മക്കളെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും നല്ലൊരു ഗാർഡനിലാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും നല്ല പല ടൈപ്പിലുള്ള റോസാപ്പൂക്കളാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ മക്കൾ നാളെ റോസാപ്പൂക്കളായിട്ട് എല്ലാ വിതളുകളും വിടർന്നു വരേണ്ട ആവശ്യം നമ്മൾക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെയാണ് ഭയപ്പെടുത്തുന്നത്. മക്കളെ, നിങ്ങളെ ഞങ്ങൾ ഈ മതിൽക്കെട്ടിൻ്റെ അകത്ത് നിർത്താൻ ശ്രമിക്കുന്നത് പുറത്തു നിൽക്കുന്ന കഴുകന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ബോധോദയം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങളുടെ മക്കളാരും വേറൊരു വഴി സ്വീകരിക്കില്ല. അവരുടെ വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, കൂടുതലായി പറയുന്നില്ല. ഞാനും പെട്ടെന്ന് വേദിയിൽ നിന്ന് പോകാൻ, ഇത് നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷനാണ്. നിങ്ങൾ തമ്മിൽ നടത്തേണ്ട ഇൻട്രാക്ഷനും നിങ്ങൾ തമ്മിൽ ആശയവിനിമയങ്ങൾ നടത്തേണ്ട നിങ്ങളുടെ മക്കളത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വേദി തന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജോസഫ് മാഷാണ് അമൃതനി സാറിന് മൊമെന്റോ കൊടുത്ത് അവതരിക്കുന്നത്. നിറഞ്ഞ കൈഡികൾ കൊടുക്കാം. സഹപാഠികളെ, മറ്റു കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുജീബ് റഹ്മാൻ എന്നാണ്. 87 ബാച്ചിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് നടക്കുന്ന ഈ സംഗമത്തിൽ എത്തിച്ചേരണമെന്നും സൗഹൃദം പങ്കിടണമെന്നും സഹപാഠികളുമൊത്ത് സ്നേഹം പങ്കിടണമെന്നും വളരെയധികം ആഗ്രഹവും സ്വപ്നവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ എന്തോ ചില തടസ്സങ്ങൾ കൊണ്ടും ചില ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാതെ വന്നതിൽ അതിയ ദുഃഖമുണ്ട്. എന്തുവന്നാലും ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി അവസാനിക്കാനും ഇതിന് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിലിപ്പോൾ ഭാഗവത്തായിട്ട് അവിടെ ഉണ്ട്. അവർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ, നിറഞ്ഞ മനസ്സോടെ 1000 ആശംസകളോടെ മുജീബ് റഹ്മാൻ. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. കുറേ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല, നാട്ടിലോ ഇല്ലോ. അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും കാണാൻ സാധിച്ചതിൽ, നിങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ശശി പറഞ്ഞതുപോലെ അനന്തമല്ലാതെ വർണ്ണനീയം
ഈ ലോകഗോളം തിരിയുന്ന നേരം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്ന് കണ്ടു. പക്ഷെ നമ്മൾ ആ മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് കുറെ കഥകളും കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മക്കൂട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സും നിങ്ങൾ കുട്ടികളും അന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് മിഠായി തന്നത് പോലും ആ പഴയ കാലത്താണ്. നമ്മുടെ പുളിമിഠായി ഇതൊക്കെ തന്നത് അതൊക്കെ നിങ്ങളുടെ ഓർമ്മകളിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ആ കാലഘട്ടങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ. നിങ്ങളൊക്കെ അന്നത്തെ കുട്ടികളല്ലേ അല്ലേ. ഇവിടെ വന്നപ്പോ വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ പോലീസ് എസ് ഐ സാർ പറഞ്ഞു തന്ന പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരിക്കാൻ നിങ്ങൾ, അതായത് നമ്മൾ രക്ഷിതാക്കൾ ഒരുപാട് ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ആ മെസ്സേജ്, ആ പാട്ട്, അതിലെല്ലാം കുടുംബ ബന്ധത്തിൻ്റെ മഹിമ പറയുന്നുണ്ട്. അതെല്ലാം ഫോളോ ചെയ്യാൻ ഞങ്ങളുടെ ഈ കുട്ടികളും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന, ഒരു ആവശ്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത്ര നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വീട്ടിൽ സ്വപ്നത്തിൽ പോലും ഉണ്ടായില്ല. നിങ്ങളെ പലരെയും ഓർത്തെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്രയും നിങ്ങളുടെ ഒരു എന്താ പറയുക നല്ല മനസ്സ് അതിന് മുന്നിൽ നമിക്കാതെ വയ്യ. ഇത്രയും കാലം പഴക്കം ഉള്ള നിങ്ങളെല്ലാവരും ഒത്തുചേർത്ത് ഈ ഒരു വേദിയിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ വാക്കുകൾ. നേരത്തെ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ വാക്കുകളൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട്. എന്തോ സന്തോഷം കൊണ്ടാണോ അതായിരിക്കാനാ സാധ്യത. നിങ്ങളെ സന്തോഷിക്കാനായിട്ട് ഒത്തുചേർന്ന ഈ നിമിഷത്തിൽ സാക്ഷിയാവാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ച നിങ്ങൾക്ക് ആദ്യമായി നന്ദി പറയാം. നല്ല മനസ്സുകളുടെ ഉടമയാവാൻ അങ്ങനെയുള്ളവർക്കാണ് നല്ല നല്ല ചിന്തകൾ മനസ്സിൽ ഉദിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കൂട്ടായ്മ നമ്മുടെ സഹജീവികൾക്ക് ഒരു മാതൃകയാവുന്നതോടൊപ്പം അവര് സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ട് മുന്നിലോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിന് ഓരോരുത്തർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടെ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ വരുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു.
അധ്യാപകരെ, എൻ്റെ പൊന്നു കുട്ടികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യും. നമ്മുടെ പഴയകാല മധുരസ്മരണകൾ അയവിറക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ ഞങ്ങളെല്ലാവരും വളരെ കൃതാർത്ഥരാണ്. നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും മുന്നോട്ട് പോകുന്നതിന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സമ്മാനങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. അത്രയും വയ്യാത്തൊരവസ്ഥയിലേക്കാണ് ഞങ്ങളെല്ലാവരും വരുന്നത് കേട്ടോ. ഞാൻ അടിക്കുമ്പോൾ വേദനിക്കാൻ വേണ്ടി തന്നെയാണ് അടിക്കുന്നത്, അല്ലാതെ വേദനിക്കാതിരിക്കാൻ വേണ്ടി അടിക്കാറില്ല. എല്ലാം നിങ്ങളുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് മാത്രം കരുതുക. എല്ലാവരും ഇപ്പോൾ വളരെ ഉയർന്ന നിലയിലെത്തി. ഇതാ നമ്മുടെ ഹമീദ് ഇരിക്കും. ഹമീദ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും ഹമീദ് വിയാണ്. ആ ഇംഗ്ലീഷിൽ വരെ മറക്കില്ല. അതുമാതിരി ഒട്ടനവധി പേര് മറക്കുന്നില്ല. ഗണിതശാസ്ത്രം പഠിപ്പിക്കുമ്പോഴേ അന്ന് A+B whole square, A- whole square, sin square theta plus cos square theta is equal to 1. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് യാതൊരു ഉപകാരം ഇതുവരെ ഉണ്ടായില്ല. ഇനി ഉപകാരം ഉണ്ടാവോ എന്നാണ് ഞാൻ പറയുന്നത്. ഗണിതത്തിന്റെ അടിസ്ഥാനം സങ്കലനം, വ്യവകലനം തുടങ്ങിയവയാണ്. അത് വലിയെത്തുമ്പോൾ അനുസരിച്ചും പോയി തോന്നും. അങ്ങനെ ഉയർന്ന ക്ലാസ്സുകളിലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം വന്നിട്ടുണ്ടാവും. നിങ്ങളെല്ലാം അവിടേക്ക് എത്താത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല. നിങ്ങളുടെ ബിസിനസ്സിനെ ഞങ്ങളുടെ ഗണിതം ഒന്നാമത് തന്നെയായിരുന്നു. മൻസൂർ എണ്ണാർക്ക് വന്നിയായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വിധം നല്ല സ്റ്റാൻഡേർഡ് പുലർത്തുന്നില്ല. പിന്നെ ഈ കളിച്ചത്തിലൊക്കെ പെട്ടു. കുറച്ചൊക്കെ അത് പിന്നാക്കം പോയി. അങ്ങനെയൊക്കെ ഉണ്ടായത് കുഴപ്പമില്ല. ഇനിയും ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരും. അന്ന് മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറയുകയാണ്.
കരഞ്ഞുപോയി ശശിയേട്ട. അപ്പം അങ്ങനെയുള്ള അധ്യാപകരെ അത്രയ്ക്കുള്ള സ്നേഹമുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന്. അധ്യാപകർക്ക് കുട്ടികളോടും കുട്ടികൾക്ക് അധ്യാപകരോടും. അതാണ് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയുന്നത്. പിന്നെ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച മ്യൂസിക്, മധുരിക്കും ഓർമ്മകളെ, ചന്ദ്രികയിൽ അലിയുന്നു, ചന്ദ്രകാന്തം, അങ്ങനെ കുറേ പാട്ടുകൾ, നല്ല പാട്ടുകൾ, ആ പഴയ അന്നത്തെ കാലത്തെ പാട്ടുകളാണ്. അതൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു ഗൃഹാതുരത്വമാണ്. പ്രത്യേകം ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചത് തന്നെ മക്കളുടെ സ്നേഹം കണ്ടിട്ടാണ്. നിങ്ങൾ വിളിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്നൊക്കെ കുറേ ദൂരെ, നമ്മൾ പഠിച്ച ഒറ്റപ്പെട്ട ഭൂഖണ്ഡമല്ലേ, അവിടെയായിരുന്നു. എന്നിട്ടും എൻ്റെ മകളുടെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു. അവർ ഭൂരിഭാഗം കുട്ടികൾക്ക് എന്നെ അറിയില്ല. കാരണം എന്താ വെച്ചാൽ 87 ഞാൻ 8ാം ക്ലാസ്സിൽ 9ലേക്ക് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഇവിടുത്തെ പുലിക്കുട്ടികളെന്നെയൊക്കെ എനിക്കറിയാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ പുലിക്കുട്ടികളെന്നെയൊക്കെ കണ്ട് ഞങ്ങൾ പേടിക്കാറുണ്ട്, ഇവരെയൊക്കെ ഇനി പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പം ആ പുലിക്കുട്ടികളൊക്കെ പാവം പൂച്ചക്കുട്ടികളിലെന്ത് നടക്കണേ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവരൊക്കെ വലുതായിപ്പോൾ അവർക്ക് ബോധമൊക്കെ വന്നു, അവർ നല്ല മിടുക്കരായി. എപ്പോഴും അങ്ങനെയാണ്, കുറുമ്പ് കാണിക്കുന്ന മക്കളൊക്കെ വലുതാവുമ്പോൾ നല്ല ഉഷാറായിട്ട് മാറുന്നുള്ളത് മനസ്സിലായി. ഒരുപാട് സ്നേഹം കാണിച്ചതിന് ഒരുപാട് നന്ദി. ഇത്ര വലിയ ഉപഹാരങ്ങളൊക്കെ തന്ന് ഞങ്ങളതിന് ഇത്രയധികം സ്നേഹമൊക്കെ കാണിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഈ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഈ നിമിഷത്തിൽ നിങ്ങളുമായി ഒത്തുചേർന്നിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. എന്നാലും നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ഈ സന്തോഷം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞാൻ ലൈവിൽ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സായി നമ്മുടെ ശരീരമായി അവർ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അവരിലൂടെ എല്ലാം ഞാൻ അറിയുന്നു. പിന്നെ എൻ്റെ ശരീരം അവിടെ ഇല്ല എന്നേ ഉള്ളൂ, എൻ്റെ മനസ്സവിടെ ഉണ്ട്. നിങ്ങളിലൂടെ എല്ലാവരോടും നന്ദി, സ്നേഹത്തോടുകൂടി. നമ്മുടെ സ്കൂളിൻ്റെ ഓർമ്മകൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം പറയാനുള്ളത് മൻസൂറിനെ കുറിച്ചാണ്. ഞങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ചു, ഒരേ ക്ലാസ്സിലല്ലായിരുന്നു, ഒരേ ബാച്ചിൽ ഞങ്ങളുണ്ടായിരുന്നു. മൻസൂറിന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൻസൂറിനായിട്ട് വീണ്ടും ടെലിഫോണിലൂടെ ബന്ധപ്പെടുന്നത്. അന്ന് തൊട്ട് എന്നും മൻസൂറിന് സ്കൂളിനെ പറ്റി പറയാൻ 100 വാക്കുകളാണ്. അതിലെല്ലാം അവന് പറഞ്ഞിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അവൻ എന്നോട് ആ ഒരു പാട്ടിനെ പറ്റി പറയുമായിരുന്നു. ആ പാട്ടിനെ കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചാൽ പിന്നെ അവൻ വാചാലനാവും. സ്കൂളിനെ കുറിച്ച്, സ്കൂളിൻ്റെ ഓർമ്മകളെക്കുറിച്ച്, നമ്മുടെ പഴയ കാലങ്ങളെക്കുറിച്ച്. ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ആ പാട്ട് 2 വരി ഞാൻ മൻസൂറിന് വേണ്ടി പാടാം.
ദരജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ, മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. ദരജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ, മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. മൻസൂറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ ടേണിംഗ് പോയിൻറ്റ്സും എല്ലാ സന്തോഷകരമായ അനുഭവങ്ങളും ഈ തന്നിരിക്കുന്ന ഈ മണ്ണിൽ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ആയിരിക്കുക എന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ മാഷ് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഒരു ചില മരുന്നുകൾ തന്നപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പ്രഷർ ഡൗൺ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും ഞാൻ വരാമെന്നുള്ളത് ഇവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ എൻ്റെ മോനോട് പറയാം, പപ്പയ്ക്ക് തിരുവള്ളൂർക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര ആവേശമാണ്. അപ്പോൾ ഞാൻ തിരുവള്ളൂർക്ക് വരുമ്പോൾ എൻ്റെ ഭക്ഷണം കാലത്തെ ഭക്ഷണം പുട്ടാണ്. അപ്പോൾ ഇന്നും ഞാൻ പുട്ടും ചായയും കഴിച്ചിട്ടാണ് കാലത്ത് ഇങ്ങോട്ട് വരുന്നത്. ആ ഓർമ്മ പുതുക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച കാലഘട്ടം അന്ന് നമ്മുടെ ഞാൻ വരുമ്പോൾ നമുക്കിവിടെ 5 ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ വശത്ത് കോണിയുടെ ഇപ്പുറത്ത് 5 ക്ലാസ്സുകൾ കോണിയുണ്ട്. അതിന് ശേഷമാണ് പിന്നെ മറ്റ് ക്ലാസ്സുകൾ വരുന്നത്. മുകളിലത്തേതൊക്കെ പിന്നെ ഉയർന്നു വന്നു. ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി മാറിയതാണ്. 10A പഠിപ്പിച്ച ആളുകളൊക്കെ ഇവിടെ ഇരിക്കേണ്ട അബൂബക്കർ കയ്യൂമ് ഇവരൊക്കെ അങ്ങനെ സന്തോഷകരമായ ഒരു കാലഘട്ടം കടന്നുപോയി. ചില പ്രയാസങ്ങളുടെ കാലം അതുണ്ടായിട്ടുണ്ട്. അതൊന്നും ഇനി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറന്നു പോകേണ്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഓർക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ എന്നിട്ടും കുട്ടികൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായമായ അവസ്ഥയിൽ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ചാലോ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നെ നമ്മുടെ അവിടുത്തെ ആദ്യത്തെ ക്ലാസ്സിൽ വെച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നു വരുമ്പോൾ 2-3 ഒരു 4-5 ആൾ ഭയങ്കര തിരക്കായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നു. അപ്പോൾ അവർ ഒരു സാധനം വായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം വരെ നിന്ന് വലിച്ചെടുത്തു. അപ്പോൾ പശിക സാധനമാണത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന ഒരു സാധനമാണ്. 9ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ളൂ. ഇനി മേലിൽ ഇത് ഉപയോഗിക്കരുത്. ഇത് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയില്ല, ആരോടും പറയൂല. ഇനി ഇതിൻ്റെ പേരിലൊരു ആക്ഷനും ഇതൊന്നും എടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് വായിക്കരുത് അത് എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുന്നിൽ വെച്ചത് കഷ്ണമായിട്ട് വായിക്കാൻ പറ്റാത്ത വിധം കീറി അപ്പുറത്ത് നമ്മളുടെ ആ ജനലിൽ കൂടെ കിട്ടും. ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഞാനിത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി മാഷ് വലിയ വകുപ്പൊക്കെ പറഞ്ഞ് പുണ്യാളത്തരത്തിൽ ഇവിടെ ഇത് കൊണ്ടുപോയി ഞാൻ അവരെല്ലാം കൂടി വായിച്ച് ആസ്വദിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ചിലവിൽ മാഷന്മാരത് വായിക്കുകയും ചെയ്യുന്നത്. അതിന് ഞാൻ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് അതല്ല. ഒരു 2-3 കൊല്ലങ്ങൾക്ക് ശേഷം അതിലുണ്ടായിരുന്ന കുട്ടികൾ കുന്നോളത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അരിക്ക് വന്നിരുന്നു. അതിലൊരാൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, പേരെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയും. പക്ഷേ അന്ന് ഉണ്ടായ സംഭവം പിന്നെ ഞങ്ങൾ ആവർത്തിച്ചിട്ടില്ല. മാഷത് അവിടെ വെച്ച് കീറിക്കളഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു പോയതുകൊണ്ട് പിന്നെ അത് ഒരാൾക്കറിയില്ല. അത് ടീച്ചർമാർക്കോ മാഷന്മാർക്കോ ഹെഡ് മാഷ്ക്കോ ഒന്നും അറിയില്ല. ഹെഡ് മാഷോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആൾ വിളിക്കുന്ന നിൽക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെയാവും. അപ്പം ഞാനത് അവസാനിച്ചു. ഇനി ഞങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്കത് മനസ്സിലായി. മാഷ് അത് അവിടെ കീറിക്കളഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ചന്ദ്രശേഖരൻ മാഷ് എന്നോട് പറയാറ്, ഞാൻ ഇവിടെ പറഞ്ഞത്, മാഷിക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കെട്ടിയിട്ട് തന്നിട്ട് അവൻ്റെ 2 പൊട്ടിക്കെന്ന് പറഞ്ഞാൽ മാഷ് കൂട്ടിയേ പറ്റില്ല. എനിക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്.
പക്ഷേ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ കുട്ടികൾ അനുസരിക്കാറുണ്ട്. ആ സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും സ്നേഹം തിരിച്ചു തരുന്ന ഒരു സമൂഹമായിരുന്നു നിങ്ങൾ. ആ മക്കൾ അത് നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. അബ്ദുറസാക്ക് എൻ്റെ ഓർമ്മയുണ്ട് മാഷെ എന്ന് ചോദിച്ചു. അബ്ദുറസാക്ക് എന്നോട് പറഞ്ഞു, ക്ലാസ് വിട്ടിട്ട് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ക്ലാസ് സംശയം കണക്ക് തീർക്കുക തന്നപ്പോൾ മാഷ് പറഞ്ഞ് ക്ലാസ് വിട്ടിട്ട് എല്ലാവരും പോയതിന് ശേഷം വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ട് അവർക്ക് കണക്ക് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അബ്ദുറസാഖൊക്കെ വലിയ സാമ്പത്തികമായിട്ട് വലിയ നിലവാരമുള്ള വീട്ടിലത്തെ ഒരു ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഇങ്ങനെ മാഷിനോട് നോക്കണം ചോദിച്ചു. ആ ജനലിൽ കൂടെ അമ്മായിയുടെ പീടികയിലേക്ക് ഞാൻ നോക്കണം. ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കണമെന്ന്. ഞാൻ യൂറിനിൽ പോയിട്ട് അവിടെ നിന്ന് ആണുമാഷന്മാർക്കും ആൺകുട്ടികൾക്കും ഒറ്റ ബാത്റൂമാണ്. കുറിച്ച് വരുമ്പോൾ റസാക്ക് മാഷ് ചായ കുടിച്ചോട്ട് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ മറ്റു സ്കൂളിൽ ഞങ്ങൾ പിയൂൺമാരോട് പോലും ഒരു ചായ കൊണ്ടുവരാൻ പറയില്ല. ഞാൻ റസാഖിനോട് പറഞ്ഞിട്ടില്ല. റസാഖ് കണ്ടറിഞ്ഞ് കൊണ്ടുവന്ന് തന്നു എന്നുള്ള ആ സന്തോഷകരമായ അനുഭവം. അങ്ങനെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ മണ്ണിൽ വീണ്ടും എന്നെ ഓർത്ത് വിളിച്ച്, വാസ്തവത്തിൽ ഞാൻ മറ്റ് അധ്യാപകരെ പോലെ ഞങ്ങൾ പ്രൊട്ടക്ഷനിൽ വന്ന ആളാണ്. എങ്കിലും ഞങ്ങളുടെ ബൈബിളിലൊരു വാക്കുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. അതുപോലെ ഇവിടെ വന്ന് ഞാൻ ഉണ്ണിമാഷ്ക്കായാലും മാനേജ്മെൻറ്റിനായാലും എന്നെ ഇഷ്ടക്കുറവുണ്ടായിരുന്നില്ല, കുട്ടികൾക്കായാലും ഇഷ്ടക്കുറവില്ല, രക്ഷിതാക്കൾക്കായാലും ഇഷ്ടക്കുറവില്ല. അങ്ങനെ PTA-യിലായാലും ഒക്കെ എല്ലാവരും എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾ തന്ന ആ ഊർജം എനിക്ക് ഇന്നും നിലനിൽക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മൾ അന്ന് റിസൾട്ടിന് ഇന്നത്തെ പോലെയല്ല, ഇന്നത്തെ റിസൾട്ട് പോലെയല്ല. അന്ന് റിസൾട്ട് അത്ര നന്നായി വരണുള്ളൂ. ഇപ്പോൾ റിസൾട്ട് നന്നായി വന്നു. നിങ്ങളൊക്കെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ സന്തോഷകരമാണ്. ഈ ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് നിങ്ങൾ വന്ന് കാണാൻ എന്നെ ദൈവം അനുവദിച്ചത്. സ്നേഹപൂർവമായ നിങ്ങളുടെ ആ സ്വീകരണം, നിങ്ങൾ തന്ന എന്നെ സ്വീകരിച്ച, കിസ് ചെയ്ത് എന്നെ സ്വീകരിച്ച എൻ്റെ ആ ഓർമ്മകൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. സന്തോഷപൂർവ്വം ഞാൻ പങ്കുവയ്ക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ തന്ന ഒരു ഡോട്ട്പെൻ, ഒരു ചുവന്ന ഡോട്ട്പെന്നെ ഞാൻ കുറേ കാലം സൂക്ഷിച്ചു. പിന്നെ എൻ്റെ ഭാര്യയുടെ കയ്യിലാണ് അത് പോയത്. എല്ലാ കൊല്ലത്തെ ഫോട്ടോ മൈ ക്ലാസ് എന്നുള്ള ഫോട്ടോസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാച്ച് ഈ ഒറ്റ ബാച്ചിന് മാത്രമാണ് സർക്കാർ എല്ലുപിരിയിൽ അങ്ങനെ SSC ആക്കിയത്. പിന്നത്തെ പോലെ തന്നെ എല്ലിടുകയും ചെയ്തു. അങ്ങനെയുള്ള അതിന് വളരെ ഒരു അനുഭവങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ കണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ എന്നേക്കാൾ ഒരു പക്ഷേ ഇപ്പോൾ ജീവിതാനുഭവം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ്. കാരണം ഞാൻ മറ്റത്തുനിന്ന് കുന്നോളം വന്ന് അല്ലെങ്കിൽ കോട്ടപ്പടി വന്ന് കയറി വരിക, ഇവിടെ പഠിപ്പിക്കുക, പോവുക, തിരിച്ച് മറ്റത്തിൽ പോയി അവർ 2 നേരം സ്കൂളിൽ പോയി വരും. അവിടുന്ന് ഞാൻ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്ത്. എന്നിരുന്നാലും അനുഭവങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ഇന്നും എനിക്ക് നിലനിൽക്കുന്നു. തന്ന ഊർജത്തിന് നന്ദി. ഇവിടെ നമ്മുടെ ഒരു കുട്ടി മരിച്ചില്ല, 7 പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഞാൻ പോകുന്ന കൊല്ലമാണ്, അത് നിങ്ങൾ പോയതിന് ശേഷം. അപ്പോൾ ആ കുട്ടിയുടെ ചെക്ക് കൈമാറുന്ന നേരത്ത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ചെക്ക് കൈമാറുന്നത്. അപ്പോൾ അന്നത്തെ ഈ യുണൈറ്റഡ് ഇൻഷുറൻസിൻ്റെ ആളെന്ന് പറഞ്ഞിരുന്നു, മാഷ് പബ്ലിക്കായിട്ടൊന്നും ഒരു ഇതായി ചെയ്യരുത്, കുട്ടിയുടെ വീട്ടുകാർക്ക് വിഷമമുണ്ട്. പക്ഷേ PTA-കാർ പറഞ്ഞു നമുക്ക് അങ്ങനെ അത് കൊടുക്കണം മാഷെന്നാണ്. ഞാൻ ഫയലുണ്ടാക്കി വെച്ച് ആ ചെക്ക് മാറണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് മരണത്തിൻ്റെ ഒരു ആനുകൂല്യമായി കൊടുക്കുന്ന കാര്യം വികാരപരമായിരിക്കും എന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല. എൻ്റെ ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും അനുസരിച്ചൊരു നിമിഷമായിരുന്നത്. അപ്പോൾ മാത്യൂസ് മാഷ്, ഇന്ത്യയിൽ മരിച്ചുപോയ മാത്യൂസ് മാഷ് പറഞ്ഞു, ജോസഫ് മാഷ് ആദ്യം കയറി എന്നിട്ട് കുട്ടികളോട് നിശബ്ദമായിരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കയറി എന്ന് പറഞ്ഞു, ഇതേപോലെ നിങ്ങളെപ്പോലെ നിങ്ങളിലൊരാളായി ഇവിടെ നമ്മൾ വിളിക്കുമ്പോൾ വരേണ്ട ഒരു മോളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സംഭവം വളരെ വേദനയോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുതാണ്. ഒരു
സൂചി താഴ്ത്തു വീണാൽ അറിയാവുന്ന വിധം നിശബ്ദമായിരുന്നു. ആ സംഭവം ഞാനിന്ന് ഓർക്കുന്നു. അങ്ങനെ കഴിഞ്ഞു പോയ നിങ്ങളുടെ കൊച്ചു കുസൃതികളും സന്തോഷങ്ങളും സ്നേഹവും പഠനവും ഒക്കെ നടന്നു പോയിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്നും ചില വീഴ്ചകളുണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഇപ്പോൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ മാഷിക്ക് നിങ്ങൾക്ക് അടി കിട്ടിയിട്ടില്ല, ഉപദേശം കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോസഫ് മാഷ ക്ലാസ്സിലായിരുന്നു. എനിക്കിത് അടിക്കാൻ എനിക്കറിയില്ല. അതേപോലെ ഞാനും മീശയൊക്കെ വെക്കാത്തതിനും ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വേണ്ട. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മൊയ്തീൻ മാഷുണ്ട്. മാഷിക്ക് നല്ല കുമ്പമീശയാണ്. ആ മീശ കുട്ടികളിരുന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് അപ്പോൾ ടീച്ചറിൽ 1ാം ക്ലാസ്സിൽ അപ്പുറത്തെ ക്ലാസ്സിൽ മാഷുണ്ട്. മാഷ് ഡ്രോയിങ്ങിൻ്റെ ആളാണ്. കുറച്ച് മാജിക്കുകളൊക്കെ മാഷ് ചെയ്യും. അങ്ങനെ മാഷ് വന്നിട്ട് ഇവിടെ ഞങ്ങൾ ബഹളുണ്ടാക്കി 1.5 കുട്ടികളല്ല, ഞങ്ങൾ ബഹളുണ്ടാക്കിയപ്പോൾ മാഷ് വന്നിട്ട് ഈ മീശ വന്നിങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞ് തിന്നുട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സഞ്ചി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടാണ്. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വീണ്ടും ആ സഞ്ചി എടുത്ത് 2 മിഠായി ഞാൻ കാണാണ്ട് മേടിച്ച് മാഷ എടുത്തോട് മാഷ കൊടുത്ത് മാഷൊന്നും പേടിച്ചിട്ട് ഓടി പോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെ ഭയം വേണം. മാഷ വളരെ സ്നേഹമുള്ള ആളാണ്. അങ്ങനെ എങ്കിലും ഇത് കണ്ടപ്പോൾ എനിക്ക് പറയുന്നത് ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇത് ക്ലീൻ ഷേവിങ്, അല്ലാണ്ട് ഹിന്ദി നടന്മാരാവുന്ന അനുകരിച്ചിട്ടൊന്നല്ലത്. ഇന്ന് ഈ സാധനം മുഖത്ത് വെച്ചിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും അതുപോലെ ഗൗരവം കൂടി വേണ്ടത്. എനിക്ക് സ്നേഹത്തിൽ നിങ്ങൾ പെരുമാറാൻ അറിയുള്ളൂ. ഞാൻ അങ്ങനെ പെരുമാറിപ്പോയിരിക്കുന്നത്. ആ സ്നേഹം നിങ്ങൾക്ക് സമൃദ്ധമായി തിരിച്ചു തന്നിരിക്കുന്നു. വളരെ സന്തോഷം. ഇനിയത്തെ നിങ്ങളുടെ പരിപാടികളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ പരിപാടിയിൽ വന്നു നിൽക്കാനും നിങ്ങളെ എന്നെ ക്ഷണിക്കാനും ഇത്ര സ്നേഹപൂർവ്വം ക്ഷണിക്കാനൊക്കെ ഇടയായതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞില്ല, വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ്, ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തിരുവളയന്നൂര്. അങ്ങനെ ഈ തിരുവളയന്നൂരിൻ്റെ ഓർമ്മയിൽ വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലനായി ഞാൻ ഇറങ്ങിപ്പോകുന്നു. ഞാൻ കൂടുതൽ ഫുൾ ടൈം ഞാൻ ഇരിക്കുന്നില്ല. വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ തന്നിട്ടുള്ള ഓരോ വാക്കുകളും ഓരോ നോക്കുകളും ഓരോ സ്നേഹപ്രകടനങ്ങളും ഞാൻ എൻ്റെ മനസ്സിലെ ഊഷ്മളമായി സൂക്ഷിക്കും. നന്ദി, നമസ്കാരം. കുട്ടികളെ ഒന്നുകിൽ അറിയപ്പെടണമെങ്കിൽ നന്നായി പഠിക്കണം, അല്ലെങ്കിൽ നന്നായി അലമ്പ് കാണിക്കണം. ഇങ്ങനത്തെ കുട്ടികളെ നന്നായി അറിയപ്പെടുള്ളൂ. അതുകൊണ്ട് ഞാൻ രണ്ടിലും കുറവായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ജോസഫ് മാഷ് എന്നൊന്നും ഓർക്കും, മാഷ് ഞാനും ഓർക്കും. കാരണം കുറച്ചെങ്കിലും പഠിച്ചിരുന്നത് കണക്കാണ്. അതുകൊണ്ട് മാഷ്ക്ക് എന്നെ ഓർമ്മ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മാഷ് എന്ന് പറഞ്ഞാൽ കുട്ടികളോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പെരുമാറ്റം അന്നേ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ മാഷ് സൂചിപ്പിച്ച കുറച്ച് വിഷമമുണ്ടായ സംഭവങ്ങളിലൊക്കെ അത് എല്ലാവരും പുറത്തിരിക്കുന്ന സമയത്ത് സമരമായിട്ട് നടക്കുന്ന സമയത്ത് മാഷ് അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രശ്നക്കാരനായ ആ പേരിൻ്റെ എത്തിയപ്പോൾ മാഷെ സൗണ്ട് നിന്നുപോയി. പിന്നെ മാഷ് ക്ലാസ്സിൽ നിന്ന് കരയായിരുന്നു. ഒക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ മാഷിക്ക് തന്നെ കുട്ടികൾ അത്രയും വളരെയധികം മനസ്സിൽ എന്നും ഓർക്കുകയും ഓർമ്മിക്കുകയും. അതേപോലെ മറ്റൊരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തോന്നുന്നുണ്ട് മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി വന്നിരുന്നത്. അപ്പോൾ ഈ ഹാളിൻ്റെ നടുവിലൊരു പാസേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ മാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമായി, മാഷെ കാണാലോ, കാര്യങ്ങളൊക്കെ പറയാലോ. എന്നിട്ട് മാഷ് എടുത്ത് കളി ചെന്നപ്പോൾ മാഷ് ഞാൻ പറയും മാഷ് വരി ചെയ്യേണ്ട പോയി. സത്യത്തിൽ എനിക്ക് വലിയ വിഷമമായി. ഞാൻ ഡിഗ്രി കഴിഞ്ഞതൊക്കെ മാഷോട് പറയണം, ജോസഫ് മാഷല്ലേ എന്നൊക്കെ പറയാൻ ആവേശത്തിൽ വന്നതാണ്. അപ്പോൾ ഞാനങ്ങനെ പോയി. ഞാൻ പിന്നെ ഓഫീസിൽ പോയി, മാഷ് ഇങ്ങോട്ടും പോയി. ഞാൻ തിരിച്ച് ഓഫീസിൽ പോയിട്ട് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് പോകുമ്പോണ്ട് ഓടി വന്നിട്ടില്ല. അപ്പോൾ കുറേ വെച്ചിട്ട് മാഷ് ഓടി വരുന്നത്. അപ്പോൾ മാഷ് എന്നിട്ട് പറയും, അന്നെ മറക്കൊന്നുമില്ല കേട്ടാ, ഞാൻ എന്തൊരു ക്ലാസ്സിൽ പെട്ടെന്ന് എന്തൊരു സാധനം കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. മാഷ് അവിടെ പോയി ഓടി തിരിച്ചു വന്ന് എന്നെ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വളരെ സന്തോഷത്തോടെ പിന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജോസഫ് മാഷെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് എന്നും മറ്റുള്ള അധ്യാപകരിൽ വ്യത്യസ്തമായി നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ തന്ന സാറാണ്. സാറ് ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി, ഞങ്ങളെല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
എൻ്റെ പേര് സുനീറ എന്നാണ്. ഞാൻ 10th സിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് എന്നെ അറിയാം. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരല്ലെങ്കിലും ഒരുവിധം കുട്ടികൾക്കൊക്കെ അറിയാം. ഒരു 3 പേരെ വെച്ച് തുടങ്ങിയ ഗ്രൂപ്പാണ്. ഇന്ന് 72 കുട്ടികളോളം ഉണ്ട് എൻ്റെ ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ വന്ന എല്ലാ എൻ്റെ ഗ്രൂപ്പിലെ എൻ്റെ സഹപാഠികൾക്കും നന്ദി. അധികമൊന്നും എനിക്ക് മൈക്കിൽ സംസാരിക്കാൻ അറിയില്ല കേട്ടോ. എൻ്റെ പേര് സന്തോഷ് ജാക്ക്. ഞാൻ 9ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ ചേർന്നത്. ഞങ്ങളുടെ ടീച്ചർ പാവം, ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ ഞങ്ങളെപ്പോലെ തന്നെ പാവം ഒരു ടീച്ചറായിരുന്നു ഇന്ദിര ടീച്ചർ. ഇന്ദിര ടീച്ചർ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എന്താ പറയുക, അടിക്കാനും ഒന്നും അറിയാത്തൊരു ടീച്ചറായിരുന്നു പാവം. പക്ഷെ ഞങ്ങൾക്ക് അടിയൊക്കെ വേറെ പ്രേമമാണി ടീച്ചറെ അടുത്തുനിന്നും അതുപോലെ വേറെ ഒരുപാട് അടികളും ഇടികളൊക്കെ ഞങ്ങൾക്ക് പല ക്ലാസ്സിലെ ടീച്ചർമാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. 36 വർഷത്തിന് ശേഷം ഈ സ്കൂളിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരിക്കലും ഞാൻ 36 വർഷങ്ങളായിട്ടും 36 വർഷങ്ങൾക്ക് ശേഷം കാണുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിലുണ്ട്. വളരെ കുറച്ച് പേരെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. എങ്കിലും തുടർന്നും ഈ നമ്മുടെ ഈ യൂണിറ്റി, ഈ കൂട്ടായ്മ നല്ല രീതിയിൽ നല്ല സൗഹൃദങ്ങളും സ്നേഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 10D ക്ലാസ്സിന് വേണ്ടി സന്തോഷ് ജാക്ക്. നന്ദി, നമസ്കാരം. മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, വെളിച്ചമുണ്ടോ, കയ്യിൽ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്ക് മാള
മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിച്ചു മോതിരെ കൈമുരടിച്ചു. മനസ്സു മാത്രം മുരടിച്ചില്ല. മനസ്സ് മുരടിച്ചില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. ദുഃഖഭാരം ചുമയ്ക്കുന്ന ദുശഗുണമാണു ഞാൻ. ചില്ലുമേടയിരുന്നെന്നെ കല്ലെറിയല്ലേ എന്നെ കല്ലെറിയല്ലേ. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. എല്ലാവർക്കും അനുഗമിക്കാവുന്നതാണ്. Shake
1, 2, 3, start.